Good morning, my dear students. എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. Let us start with Prinsep and Piyadasi. നമുക്കിന്ന് Prinsep and Piyadasi, back to basics, how are inscriptions deciphered, all these can be seen. അതായത് നമ്മൾ Prinsep and Piyadasi അതുപോലെ തന്നെ എങ്ങനെയാണ് പുരാവസ്തു ഗവേഷകർ ഈ ലിഖിതങ്ങളൊക്കെ വായിച്ചെടുത്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. So first, Prinsep and Piyadasi. Before that, all of us know that inscriptions, for learning history or to know more about history or about the past, we need to depend a great deal on inscriptions. Inscriptions contribute an important source to know history. Inscriptions can be seen in stones, stupas, pillars, coins, etc. അതായത് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനെപ്പോഴും നമുക്ക് വളരെ സപ്പോർട്ടീവായൊരു തെളിവായി നിൽക്കുന്നത് കൊത്ത് ലിഖിതങ്ങളാണ്. കൊത്ത് ലിഖിതങ്ങൾ നമുക്ക് ശിലകളിൽ കാണാം, സ്തൂപങ്ങളിൽ കാണാം, തൂണുകളിൽ കാണാം, നാണയങ്ങളിൽ കാണാം. അങ്ങനെ നിരവധിയായ പ്രതലങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ള ലിഖിതങ്ങൾ. ഈ കൊത്തു ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്തു പറയുന്നു? എപ്പിഗ്രാഫി. സോ കൊത്തു ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ എപ്പിഗ്രാഫി എന്ന് പറയുന്നു. എപ്പിഗ്രാഫി ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. ദ സ്റ്റഡി ഓഫ് ദി എവല്യൂഷൻ ഓഫ് ഏൻഷ്യന്റ് സ്ക്രിപ്റ്റ് ഇൻ ടു വേരിയസ് ഫോം ഈസ് നോൺ ആസ് പാലിയോഗ്രാഫി. പ്രാചീന ലിപികളുടെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനമാണ് പാലിയോഗ്രഫി. The earliest inscriptions in Prakrit, a name. Most of the earliest inscriptions were in Prakrit. Prakrit is a name of a language used by ordinary people in ancient times. സാധാരണ ജനങ്ങളുടെ പ്രാചീന കാലത്തെ ഭാഷയാണ് പ്രാകൃത ഭാഷ. ഈ പ്രാകൃത ഭാഷയിലാണ് ആദ്യകാല കൊത്തുലിഖിതങ്ങളൊക്കെ എഴുതപ്പെട്ടിരുന്നത്. ഇനി ആരാണ് ജെയിംസ് പ്രിൻസെപ്പ് എന്ന് നമുക്ക് നോക്കാം. ജെയിംസ് പ്രിൻസെപ്പ് വാസ് ആൻ ഓഫീസർ ഓഫ് എ മിൻറ്റ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ജെയിംസ് പ്രിൻസെപ്പ് എന്ന വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം. അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യയിലെ നാണയ അച്ചടിശാലയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. In 1838, James Prinsep deciphered Brahmi and Kharoshthi, the two scripts used in ancient inscriptions and coins. 1838 ജെയിംസ് പ്രിൻസെപ്പ് ബ്രാഹ്മി ഖരോഷ്ഠി ലിപികൾ വായിച്ചെടുത്തു. ഈ ബ്രാഹ്മി ഖരോഷ്ഠി ലിപികൾ പ്രാചീന കൊത്തുലിഖിതങ്ങളിലും നാണയങ്ങളിലും കാണുന്ന ലിപികളാണ്. ഹി ഐഡൻറ്റിഫൈഡ് എ കിങ് റെഫേർഡ് ടു ആസ് പിയദാസി, മീനിങ് പ്ലസൻറ്റ് ടു ബിഹോൾഡ്, ആസ് അശോക. ഈ ജെയിംസ് പ്രിൻസെപ്പ് പിയദാസി എന്ന വാക്ക് ഒരു രാജാവിനെ സൂചിപ്പിക്കുന്ന പിയദാസി എന്ന വാക്ക് ഉപയോഗിക്കുന്ന, പിയദാസി എന്ന വാക്കിൻ്റെ അർത്ഥം കാണുന്നവനിൽ ആനന്ദമുളവാക്കുന്നവൻ എന്നാണ്. പ്ലസൻറ്റ് ടു ബിഹോൾഡ്, കാണുന്നവനിൽ ആനന്ദമുളവാക്കുന്ന എന്നർത്ഥമുള്ള പിയദാസി എന്ന വാക്ക് ഒരു രാജാവിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും ആ രാജാവ് അശോകനാണെന്നും ജെയിംസ് പ്രിൻസെപ്പ് കണ്ടെത്തി. Now let us see deciphering ബ്രഹ്മി. ബ്രഹ്മി ലിപി എങ്ങനെയാണ് വായിച്ചെടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ബ്രഹ്മി ലിപിയാണ്. അതിന് തുല്യമായ ദേവനാഗരി ലിപി. ദേവനാഗരി ലിപിയാണ് നമ്മൾ ഹിന്ദി എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി. ഭാഷയുടെ പേര് ഹിന്ദി, ലിപിയുടെ പേര് ദേവനാഗരി. അതുപോലെയാണ് ഇവിടെ ഭാഷയുടെ പേര് പ്രാകൃതം. ഉപയോഗിച്ച ലിപികൾ ചില ഏരിയയിൽ ഖരോഷ്ഠി എന്ന പേരായ ലിപി ഉപയോഗിച്ചു, ചില ഏരിയയിൽ കൂടുതൽ പ്രദേശങ്ങളിലും ബ്രാഹ്മി എന്ന പേരായ ലിപിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലിഖിതങ്ങൾ തന്ന അറിവുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ലിഖിതങ്ങളെ എങ്ങനെയാണ് ഇവർ വായിച്ചെടുത്തത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ദിസ് മേ ബി ആസ്ക്ഡ് ഫോർ ഹൗ
ബ്രഹ്മി ആൻഡ് ഖരോഷ്ടി ആർ ഡെസിഫേർഡ് എന്ന ഒരു 2 മാർക്കിൻ്റെയോ 3 മാർക്കിൻ്റെയോ ചോദ്യം ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നിന്ന് ഇപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. സോ യു സ്റ്റഡി ആൻഡ് യു മസ്റ്റ് ലേൺ ഹൗ ബ്രഹ്മി ആൻഡ് ഖരോഷ്ടി വാസ് ഡെസിഫേർഡ്. നൗ വി ആർ ഗോയിങ് ടു സീ ഡെസിഫറിങ് ബ്രഹ്മി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ബ്രഹ്മി ലിപിയെ വായിച്ചെടുത്തത് എങ്ങനെ. Most scripts used to write modern Indian languages are derived from Brahmi. And this was the script, that is the Brahmi script was used in most of the early Ashokan inscriptions. ആധുനിക ഇന്ത്യൻ ഭാഷകൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപികളിൽ കൂടുതലും ബ്രാഹ്മി ലിപിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ്. ആ ബ്രാഹ്മി ലിപി ഉപയോഗിച്ചാണ് അശോകൻ തൻ്റെ മിക്കവാറുമുള്ള എല്ലാ കൊത്തുലിഖിതങ്ങളും എഴുതിയിട്ടുള്ളത്. മിക്കവാറും, എല്ലാമെന്ന് പറയുന്നില്ല, മിക്കവാറും അതൊരു 90% എഴുതിയിട്ടുള്ളത്. അതല്ലാതെ ഖരോഷ്ടിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഫ്രം ദ 18th century, European scholars aided by Indian Pandits compared contemporary Bengali and Devanagari manuscripts with the letters in the older specimens. So, after painstaking investigations or after painstaking efforts by several epigraphists, that James Prinsep was able to decipher Ashokan Brahmi in 1838. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്യൻ പണ്ഡിതന്മാർ ഇന്ത്യൻ പണ്ഡിറ്റുകളുടെ സഹായത്തോടെ ബംഗാളി, ദേവനാഗരി കൈയെഴുത്ത് പ്രതികളിലെ പഴയ ലിപിയുമായി താരതമ്യം ചെയ്ത് പഠിച്ചതിൻ്റെ ഫലമായി 1838 ജെയിംസ് പ്രിൻസപ്പ് ബ്രാഹ്മി ലിപി വായിച്ചെടുത്തു. സോ ദിസ് ഈസ് ഡെസിഫറിങ് ബ്രഹ്മി. ഇപ്രകാരമാണ് ബ്രഹ്മി വായിച്ചെടുത്തത്. ദെൻ ഹൗ ഖരോഷ്ടി വാസ് റീഡ്. എങ്ങനെയാണ് ഖരോഷ്ടി വായിച്ചെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഖരോഷ്ടി സ്ക്രിപ്റ്റ് വാസ് യൂസ്ഡ് ഇൻ ദി നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഖരോഷ്ടി വാസ് ദ സ്ക്രിപ്റ്റ് വിച്ച് വാസ് യൂസ്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഖരോഷ്ടി ലിപി. കോയിൻസ് ഓഫ് ഇൻഡോ-ഗ്രീക്ക് കിങ്സ് ഹു റൂൾഡ് ഓവർ ദ ഏരിയ കണ്ടെയ്ൻ കോയിൻസ് ഓഫ് ഇൻഡോ-ഗ്രീക്ക് റൂളേഴ്സ് ഹു റൂൾഡ് ഓവർ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് ദ നെയിംസ് ഓഫ് കിങ്സ് റിട്ടൺ ഇൻ ഗ്രീക്ക് ആൻഡ് ഖരോഷ്ടി സ്ക്രിപ്റ്റ്. അതായത് ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഭരിച്ചിരുന്ന, നേരത്തെ അവിടെ നിങ്ങൾ പഠിച്ചതാണ്, ഇൻഡോ ഗ്രീക്ക് നേരത്തെ പഠിച്ചതാണ്. ഇൻഡോ ഗ്രീക്ക് രാജാക്കന്മാർ അവരുടെ നാണയങ്ങളിൽ നമുക്ക് രാജാക്കന്മാരുടെ പേരുകൾ ഈ ബ്രാഹ്മി ലിപിയിലും ബ്രാഹ്മി അല്ല ഖരോഷ്ടി ലിപിയിലും ഗ്രീക്ക് ലിപിയിലും എഴുതി വച്ചിട്ടുണ്ട്. നാണയത്തിൽ the coins contains the names of kings written both in Greek and Kharoshti script. ഖരോഷ്ടി ലിപിയിലും ഗ്രീക്ക് ലിപിയിലും നാണയങ്ങളിൽ രാജാക്കന്മാരുടെ പേരുകൾ ഇൻഡോ ഗ്രീക്ക് രാജാക്കന്മാർ ആലേഖനം ചെയ്തിട്ടുണ്ട്. സോ യൂറോപ്യൻ സ്കോളേഴ്സ് who were able to read the former means able to read the Greek compared those letters with the Kharoshti. For example, the symbol for A could be found in both script for writing names such as Apollodotus. So that was an example. You need not write it. So you write in such a way. European scholars who could read the Greek compared the letters and read out Kharoshti too. And James Prinsep deciphered that Prakrit language was thus written in northwestern part of India by using the Kharoshti script. അതായത് യൂറോപ്യൻ പണ്ഡിതന്മാർ ഗ്രീക്ക് ലിപികൾ അവർക്കറിയാം. ആ ഗ്രീക്ക് ലിപികളും ഖരോഷ്ടി ലിപികളും കൂടി താരതമ്യം ചെയ്യുകയും
അതനുസരിച്ച് പഠനം നടത്തുകയും ചെയ്തു. അവസാനം ജെയിംസ് പ്രിൻസപ്പ് ഈ ലിപി ഖരോഷ്ഠിയാണെന്ന് കണ്ടെത്തുന്നതിൽ വിജയിച്ചു. Then now we are passing on to historical evidences from inscriptions. What is historical evidences from inscriptions? How epigraphists and historians work. എങ്ങനെയാണ് ഇവർ ഇത് വായിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഭാഗികമായി ലഭ്യമായ തെളിവുകൾ വെച്ചിട്ട്. അതായത് ഡ്യൂറിങ് ദാറ്റ് ടൈം വി ക്യാൻ സീ ദാറ്റ് the ruler of the name of the ruler Ashoka, the name of the ruler Ashoka is not mentioned in most of the inscriptions. Instead they used titles like Devanampiya, that means beloved of the god. You learn it for one word. Devanampiya means beloved to god, beloved of the god, and Piyadasi or pleasant to behold. അതായത് ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ പേരിന് പകരം ലിപികളിലൊക്കെ നമ്മൾ കാണുന്ന ചില തലക്കെട്ടുകൾ അല്ലെങ്കിൽ ചില ടൈറ്റിലുകളാണ്. അതായത് അശോക എന്നെഴുതുന്നതിന് പകരം ആ ആലേഖനം ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ അശോകയ്ക്ക് പകരം ദേവനാംപിയ, അതിൻ്റെ അർത്ഥം ബിലവഡ് ഓഫ് ദ ഗോഡ്, ദൈവത്തിന് പ്രിയപ്പെട്ടവനെന്നാണ്. ദേവനാംപിയ പിയദാസി, പിയദാസിയുടെ അർത്ഥം നേരത്തെ പറഞ്ഞു, കാണുന്നവനിൽ ആനന്ദമുളവാക്കുന്നു. അപ്പോൾ രാജാക്കന്മാരുടെ പേരുകൾക്ക് പകരം ദേവനാംപിയ, പിയദാസി പോലുള്ള വാക്കുകളാണ് അവർ ആലേഖനം ചെയ്തതിൻ്റെ അടിയിൽ. നമ്മളിപ്പോൾ എന്തെങ്കിലും എഴുതിയിട്ട് ബൈ ഗീത എന്നെഴുതുന്നതിന് പകരം ഇവിടെ ദേവനാംപിയ, പിയദാസി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഹൗ ദേ ലേൺഡ് ഇറ്റ്? സോ ഹിയർ ദ ആർക്കിയോളജിസ്റ്റ് ഓർ എപ്പിഗ്രാഫിസ്റ്റ് also analyzed certain inscriptions which contains both these titles as well as the name Ashoka. So they were able to learn that this was the contribution of the ruler called Ashoka or Devanampiya Piyadasi. Devanampiya Piyadasi എന്നൊക്കെ വിളിക്കുന്നവർ അശോക രാജാവ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. Besides, they also examined the content of the inscription, the style of the inscription, language, paleography, etc. The epigraphist analyzed the content of the inscription, style of the inscription, language of the inscription, and paleography. After that, they reached a conclusion that all these inscriptions are issued by the same ruler. അതായത് രാജാക്കന്മാരുടെ പേരുകൾ മാത്രമല്ല അവർ പരിശോധിക്കുന്നത്, ഒരു കൊത്തു ലിഖിതത്തിൻ്റെ അന്തസത്ത നോക്കിയിട്ട് അതിനകത്തെ കണ്ടൻറ്റ് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റൈല്, ഭാഷ, അതിൻ്റെ പാലിയോഗ്രഫി എല്ലാം നോക്കിയിട്ട് അവസാനം അവർ ഒരു നിഗമനത്തിലെത്തും ഇതെല്ലാം പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരേ രാജാവാണെന്ന്. സോ അങ്ങനെയാണ് അവരിത് ചരിത്രത്തെ അല്ലെ സത്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. Then now let us see all these historians or all these epigraphists, most of the historians had to answer some other questions. All these inscriptions are installed on busy marketplaces, on places, on the sides of busy roads, etc. അതായത് ചരിത്രകാരന്മാർ ഉത്തരം കണ്ടെത്തേണ്ട ഇനിയും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ഇൻസ്ക്രിപ്ഷനുകൾ ഇപ്പോൾ തൂണുകളിലാണെങ്കിലും ഫലകങ്ങളിലാണെങ്കിലും ഒക്കെ കൊത്തിവെച്ചിരിക്കുന്നത് തിരക്കേറിയ മാർക്കറ്റ് പ്ലേസുകളിലോ അല്ലെങ്കിൽ തിരക്കേറിയ റോഡുകളുടെ സൈഡുകളിലോ ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും ചരിത്രകാരന്മാർ കണ്ടെത്തേണ്ട ചില ഉത്തരങ്ങളുണ്ട്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഇതിനകത്ത് തന്നെ കൊടുപ്പുണ്ട്. That is, would passers by may stop here and read this. അതായത് ഇങ്ങനെ വെച്ചിരിക്കുന്ന ലിഖിതങ്ങളിൽ കാണുമ്പോൾ അതിലെ കടന്നു പോകുന്നവർ അവിടെ നിന്ന് അത് വായിക്കുമോ? അതുപോലെ തന്നെ വെദർ ദ പീപ്പിൾ ആർ ലിറ്ററേറ്റ് ഓർ നോട്ട്, അതിലെ കടന്നു പോകുന്ന ജനങ്ങൾ മുഴുവൻ സാക്ഷരരാണോ അല്ലയോ? അതുപോലെ തന്നെ whether everybody could understood the Prakrita language which contained only in the central areas or in Pataliputra.
പാടലീപുത്രം പോലുള്ള തലസ്ഥാന നഗരികളിൽ ഉപയോഗിച്ചിരുന്ന പ്രാകൃതം എന്ന ഭാഷ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. പ്രാകൃതത്തിലാണല്ലോ ഈ ലിഖിതങ്ങളൊക്കെ എഴുതിയിരുന്നത്, അവർക്കൊക്കെ മനസ്സിലാകുമായിരുന്നു. അതുപോലെ തന്നെ വുഡ് ദ ഓർഡേഴ്സ് ഓഫ് ദ കിങ് ഹൗ ബീൻ ഫോളോഡ്, രാജ്യത്തുടനീളം രാജാവിൻ്റെ ഉത്തരവുകൾ പാലിക്കപ്പെട്ടു പോന്നിരുന്നു. സോ ആൻസേഴ്സ് ടു സച്ച് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ഓൾവേസ് ഈസി ടു ഫൈൻഡ്. So now let us pass on to the limitations of inscriptions, which is a very important question. What are the important limitations of inscriptional evidences? That may be asked for a 3 marks question, so you have to learn it by heart. So here is an important question. What are the important limitations of inscriptional evidences? First one, letters are faintly engraved. ഒന്നാമത്തെ limitations, you write the heading limitations of inscription, then write it as point wise. First point, letters are faintly engraved. അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണ്. Second, inscriptions may be damaged or letters missing. ലിഖിതങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയോ ചില അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തിരിക്കുന്നു. Third point, exact meaning of the words used in inscriptions. Exact meaning of the words are not known. Used in inscriptions are not known. Exact meaning of the words used in inscriptions, that is not needed. Exact meaning of the words used are not known. യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുക പ്രയാസമാണ്. നെക്സ്റ്റ് പോയിന്റ്, not all inscriptions have been deciphered, published and translated. എല്ലാ കൊത്തുലിഖിതങ്ങളും വായിച്ചെടുക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ വിവർത്തനം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഒരുപാട് ലിഖിതങ്ങളുണ്ട്, പക്ഷെ അവയിലെല്ലാം വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല, പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല, വിവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. Not all inscriptions have been deciphered, published and translated. Next point, many inscriptions have not survived the ravages of time. Many inscriptions have not survived the ravages of time. മിക്കവാറുമുള്ള കൊത്തുലിഖിതങ്ങൾക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് പോയിന്റ്, only a fraction of what was inscribed is available now. Only a fraction of what was inscribed was available now. അതായത് പലപ്പോഴും ഒരു ലിഖിതത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. Only a fraction of what was inscribed in an inscription is available, or a fraction of inscribed was available. നമുക്ക് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമൊക്കെയാണ് ലഭ്യമാവുകയുള്ളൂ. Then next point, politically or economically significant was not necessarily recorded in inscriptions. Politically or economically significant was not necessarily included in inscriptions. For example, routine agricultural practices and the joys and sorrows of daily existence are not at all mentioned in inscriptions. അതായത് രാഷ്ട്രീയമായും സാമ്പത്തികമായും പ്രാധാന്യമുള്ള കാര്യങ്ങൾ പലപ്പോഴും കൊത്തിവെച്ചിട്ടുണ്ടാവില്ല. ഉദാഹരണത്തിന് ദൈനംദിന കാർഷിക പ്രവർത്തികളെക്കുറിച്ചോ സാധാരണ ജനങ്ങളുടെ സുഖദുഃഖങ്ങളെക്കുറിച്ചോ ഒന്നും ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവില്ല. സാധാരണ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഉറവിടമായി നമ്മൾ കൊത്തുലിഖിതങ്ങളെ ആശ്രയിക്കുമ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്കൊരു പക്ഷേ ലഭ്യമാവുകയില്ല. ദെൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഈസ്, inscriptions mostly projects the perspective of the person or persons who commissioned it. Inscriptions mostly projects the perspective of the person or persons who commissioned it. അതായത് മിക്കവാറുമുള്ള കൊത്തുലിഖിതങ്ങൾ ആരാണോ സ്പോൺസർ ചെയ്തേക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ എഴുതുന്നത്
ആരാണോ അത് എഴുതുന്നത് അയാളുടെ കാഴ്ചപ്പാടുകൾ മിഴിച്ചു നിൽക്കും. അതായത് എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടുകൾ ആരാണോ ഈ പൈസ കൊടുത്ത് അയാളെ കൊണ്ട് എഴുതിക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ അയാൾ എഴുതുന്നത്, അയാളെക്കുറിച്ച് എഴുതുന്നയാളുടെ വീക്ഷണങ്ങൾ ഇതിനകത്ത് മുന്നിട്ട് നിൽക്കും. അതതിൻ്റെ മറ്റൊരു പോരായ്മയാണ്. സോ താങ്ക് യു മൈ സ്റ്റുഡൻസ്. പ്ലീസ് go through it and try to understand it. ഇതിലൂടെ പോവുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഡൗട്ടുകൾ സാധാരണ പോലെ ചോദിക്കുകയും ചെയ്യാം. താങ്ക് യു.